അത്യുന്നതന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ ഉറുമ്പിൻ്റെ വേദഭാഗത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്യങ്ങളാണ് ഉറുമ്പിനെ കുറിച്ചുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ ഒരു 5-6 വചനങ്ങളിലാണ് ഉറുമ്പിനെ കുറിച്ചുള്ള ഈ ഒരു പാഠം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മടിയ, ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്രത്തോളം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കുക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. അപ്പോൾ ഈ ഒരു വാക്യങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്, നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നുള്ള ഈ ഒരു പഴഞ്ചൊല്ല്. ഒറ്റ നോട്ടത്തിൽ അതാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുക, അത് നമ്മൾക്ക് ശൈത്യകാലത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് പ്രയോജനപ്പെടും എന്നതാണ് പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇസ്രായേൽ മക്കളെ ഒരുപാട് വർഷങ്ങളോളം കാലാകാലങ്ങളോളം അന്നന്നത്തെ ആഹാരം കൊടുത്ത് അവരെ വഴി നടത്തിയ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ പോലും യേശു പഠിപ്പിച്ചത് അന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ അപ്പച്ചൻ്റെ പുസ്തകത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഇത് സമ്പാദിക്കാനുള്ള ആഹ്വാനമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ കാലേ കൂട്ടി സമ്പാദിക്കാനുള്ള ആഹാരം അല്ലെങ്കിൽ വസ്തുവകളോ കാശോ ഒക്കെ സമ്പാദിക്കാനുള്ള കാര്യമൊന്നുമല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദൈവവചനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ വലിയ സന്ദേശങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പലപ്പോഴും നമ്മൾക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ പിടികിട്ടാത്ത പല കാര്യങ്ങളും അതിനെക്കുറിച്ച് ഒരുപാട് വായിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഇത് പലർക്കും മനസ്സിലാകാത്ത ഒരു ആശയമാണ്. ഈ വാക്യങ്ങൾ തുടങ്ങുന്നത് മടിയനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. മടിയ, നീ ഉറുമ്പിൽ നിന്നും പഠിക്കുക, ബുദ്ധി പഠിക്കുക. ഈ മടിയൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ സമയം വ്യർത്ഥമാക്കുന്ന, സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും വ്യർത്ഥമാക്കുന്ന ആളാണ് മടിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മടിയനോട് പറയുന്നത് ഉറുമ്പിനെ കണ്ട് പഠിക്കുക. എന്താണ് പഠിക്കേണ്ടത്? ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ നീയും ശേഖരിക്കുക എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് നമുക്ക് കാണേണ്ടത് എന്താണ് ശേഖരിക്കേണ്ടത്? ഉറുമ്പ് ആഹാരം ശേഖരിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഉറുമ്പ് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ശേഖരിക്കുന്നു, കൊയ്ത്ത് കാലത്ത് തൻ്റെ തീൻ അത് സമ്പാദിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ നീയും ആഹാരം ശേഖരിക്കുക. നമ്മൾക്കറിയാം, നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത്, ഓരോ ദിവസം നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ആഹാരം കഴിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ പറയുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കഴിക്കുന്ന ആഹാരം ഒന്നുമല്ല. ഇവിടെ പറയുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ വ്യവസ്ഥകൾ പ്രകാരമുള്ള ജീവ ആഹാരം തന്നെയാണ്. ജീവ ആഹാരം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യേശു ഈ ഒരു ജീവ ആഹാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വേർഡ്സ് ഓഫ് ജീസസ്, വേർഡ്സ് ഓഫ് വിസ്ഡം, വേർഡ്സ് ഓഫ് ട്രൂത്ത്. 40 നാളത്തെ ഉപവാസത്തിന് ശേഷം യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ വന്ന് ഈ കല്ലിനെ ഞാൻ അപ്പമാക്കാം എന്ന് പറയുമ്പോൾ യേശു പറയുന്നത്, ഫോർ ഇറ്റ് ഈസ് റിട്ടൺ, മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് ബൈ എവ്രി വേർഡ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് ലോർഡ്. മനുഷ്യൻ അപ്പത്താൽ മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനങ്ങളാലും, ഓരോ വചനങ്ങളാലും മനുഷ്യൻ ജീവിക്കും എന്നതാണ്. നിത്യ ആഹാരത്തെക്കുറിച്ച്, നിത്യ അന്നത്തെക്കുറിച്ചാണ് യേശു ഇവിടെ കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനം. അതേ ആഹാരത്തെക്കുറിച്ച് തന്നെയാണ് ഉറുമ്പിൻ്റെ വേദഭാഗത്തിൽ നിന്ന് കൂടിയും ദൈവം പറഞ്ഞു തരുന്നത്. അന്നത്തെ ആഹാരം നമ്മുടെ സ്വരുക്കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമപ്പെടുന്നത് പോലെ തന്നെ ദൈവവചനം ശേഖരിക്കാൻ നമ്മളും ശ്രമപ്പെടണം എന്നത് ഇവിടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. ദൈവവചനം ശേഖരിക്കുക.
ദൈവവചനം ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ആഹാരം നമ്മൾ ശേഖരിക്കുന്നത് പോലെ തന്നെ ദൈവവചനം കേൾക്കാനും വായിക്കാനും ഒക്കെ നമ്മൾക്ക് ഒരുപാട് താല്പര്യം വരണം. അങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾക്ക് വരുന്നത് തന്നെ ഈ പുസ്തകം വായിക്കുന്നതിൽ കൂടി. യൂട്യൂബിൽ കൂടി കേൾക്കുന്നത് ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുസ്തകം നമ്മുടെ വീട്ടിൽ വെറുതെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടോ എന്നത് എല്ലാവരും നോക്കി സ്വയം ശോധന ചെയ്ത് ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. കാരണം ഈ ഒരു ദൈവവചനമെന്ന് പറയുന്നത് നിത്യ ആഹാരമാണ്. നിത്യജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ ശേഖരിക്കാൻ അതീവ താല്പര്യം കാണിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്ത് ശേഖരിക്കണം എന്ന് നമ്മൾ കണ്ടു. ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തെയാണ്. അതിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് കാണേണ്ടത് എപ്പോഴാണ് ശേഖരിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. വേനൽക്കാലത്ത് ഉറുമ്പ് ആഹാരം ശേഖരിക്കുന്നു, കൊയ്ത്ത് കാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. ഇവിടെ നമ്മൾ ആ ഉറുമ്പിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വേനൽക്കാലത്തും കൊയ്ത്ത് കാലത്തും ഉറുമ്പിന് വേണ്ട ആഹാരം ഏറ്റവും കൂടുതൽ ഉള്ള സമയമാണത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവവചനം എന്ന് പറയുന്നത് എപ്പോഴും ആക്സസിബിൾ തന്നെയാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. വേനൽക്കാലമെന്നോ കൊയ്ത്ത് കാലമെന്നോ ഒന്നും ദൈവവചനം സ്വരൂപിക്കാനുള്ള സമയമല്ല. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് യഹോവയെ കണ്ടെത്തുക എന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്നും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തണം എന്നതാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. കൊയ്ത്ത് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ നമ്മൾ എന്നും ദൈവമായിട്ടുള്ള ഒരു ബന്ധം, ദൈവവചനം സമ്പാദിച്ച് ശേഖരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ശൈത്യകാലം വരുമ്പോൾ, കഷ്ടകാലം വരുമ്പോൾ, സങ്കടകാലം വരുമ്പോൾ ഈ ഒരു ദൈവവചനമൊക്കെ നമ്മൾക്ക് ഉപകരിക്കപ്പെടും. ഉറുമ്പ് കൊയ്ത്ത് കാലത്ത് ശേഖരിക്കുന്നത് ശൈത്യകാലത്ത് ഇല്ലാതിരിക്കുമ്പോൾ കഷ്ടപ്പാടിൻ്റെ സങ്കടത്തിൻ്റെ സമയങ്ങളിൽ ഉപകരിക്കുന്നത് പോലെ തന്നെ, ആ ആഹാരം അതിന് ഉപകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെയുമൊക്കെ ജീവിതത്തിൽ കഷ്ടങ്ങളും വേദനകളും ശോധനകളും ഒക്കെ വരുമ്പോൾ ദൈവവചനം എന്ന ആയുധം നമ്മൾക്ക് ഉപകരിക്കും എന്നതാണ് ഇവിടെ നമ്മൾക്ക് ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എന്നും ദൈവവചനവുമായിട്ടുള്ള ഒരു ബന്ധം ഉള്ള ആൾക്ക് അവരുടെ ഒരു വലിയ ആയുധം തന്നെയായിരിക്കും ദൈവവചനം. കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ദൈവം പറഞ്ഞു തന്നിരിക്കുന്ന പ്രകാരം തന്നെ ദൈവവചനം ഫയർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾക്ക് ദൈവവചനം കൊണ്ട് എന്താണ് പ്രയോജനം? ശരിക്കും പറഞ്ഞാൽ കഷ്ടകാലത്തും സങ്കടകാലത്തും ഒക്കെ ദൈവവചനത്തിൻ്റെ പുറകെ പോകുമ്പോൾ അത് നമ്മൾക്ക് ഉപകരിക്കത്തില്ല. കാരണം ആ ഒരു കഷ്ടപ്പാടിലും സങ്കടങ്ങളിലും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദനകളും ആകുലതകളും ഒക്കെ വരുമ്പോൾ ആ വചനത്തിൻ്റെ വിത്ത് ഞെരിഞ്ഞമർന്ന് അതിൻ്റെ ശക്തി ഇല്ലാതാവുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഫലം തരാൻ അതിന് ശക്തി ഇല്ലാതെയായി പോകും. വിത്തിൻ്റെ ഉപമയിൽ കൂടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണിത്. കാരണം ദൈവവചനം കേൾക്കുമ്പോഴും ആ ഒരു ചില ജീവിത സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ആ ഒരു വചനത്തിൻ്റെ അത് നമ്മുടെ വചനത്തിൽ നമ്മൾ ഹൃദയത്തിൽ ശേഖരിക്കുകയാണെങ്കിലും ആകുലതകൾ അതിനെ ഞെരിച്ച് കളയും. അപ്പോൾ നമ്മൾ കഷ്ടം വരുമ്പോഴല്ല ദൈവവചനത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി ഓടേണ്ടത് എന്നത് ഇവിടെ വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. മറ്റൊന്നുമല്ല, ദൈവം കഷ്ടകാലത്ത് എന്നും നമ്മളെ സഹായിക്കാൻ സന്നദ്ധൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ ആ ഒരു മനുഷ്യൻ്റെ നാച്ചുറലായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ വലിയ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ് എന്നത് കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയ ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതിന് ദൈവവചനവുമായിട്ട് ഒരുപാട് നേരം ചെലവഴിക്കേണ്ട കാര്യമുണ്ട്. അതൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലാതായി പോകും. അങ്ങനെ ആ ഒരു കഷ്ടങ്ങൾക്കൊക്കെ നമ്മൾ അടിമപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ശ്രമകരമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ സ്വരുക്കൂട്ടി വെക്കുക, ശേഖരിക്കുക അതിൻ്റെ ഹൃദയങ്ങളിൽ ദൈവവചനം എന്ന ആയുധം. എന്തിന്? ഫയർ. കഷ്ടങ്ങൾ വരുമ്പോൾ ഫയർ ചെയ്യാൻ ദൈവവചനം എന്ന ആയുധം ഉപയോഗിക്കാൻ നമ്മൾക്ക് ഉതകാൻ വേണ്ടി ദൈവം പറഞ്ഞു തരികയാണ്. മടിച്ച് ഇരിക്കാതെ, മടിയനെ പോലെ സമയാസമയത്ത് ചെയ്യാതെ, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് കണ്ടെത്താൻ ദൈവവചനം ഹൃദയങ്ങളിൽ ശേഖരിക്കാൻ, ഡിപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
ഇനി അടുത്തതായിട്ട് കാണേണ്ടത് എങ്ങനെയാണ് ശേഖരിക്കേണ്ടത് എന്നതാണ്. എങ്ങനെയാണ് ശേഖരിക്കേണ്ടതെന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ശേഖരിക്കേണ്ടത്? ഇതിനകത്ത് ആദ്യം പറയുന്നത് അതാണ്. നായകനോ അധിപനോ മേൽവിചാരകനോ ഇല്ലാതെ ഉറുമ്പ് തന്നെ ശേഖരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രേരണയോ നിർബന്ധമോ ഒന്നും മൂലമല്ലാതെ നമ്മൾ സ്വയം താല്പര്യത്തോടു കൂടെ ദൈവവചനം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പുറകെ നമ്മൾ പോകണം എന്നതാണ് ദൈവം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മാത്രമാണ് മഹത്വമുള്ളത്. അല്ലാതെ പള്ളിയിലച്ചൻ പറഞ്ഞിട്ടോ പാസ്റ്റർ പറഞ്ഞിട്ടോ ആരെങ്കിലും ഉന്തിത്തള്ളി വിട്ടിട്ടോ ഒന്നും അത് ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ദൈവമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾക്ക് വരികയില്ല. അപ്പോൾ സ്വയം പ്രേരിതയായിട്ട് ദൈവത്തിൻ്റെ പുറകെ പോകാൻ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത കൂടിയാണ് ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ ഒരിടത്തും കാണുന്നില്ല ദൈവം നിർബന്ധിച്ച് ആരെയും തന്നിലേക്ക് അടുപ്പിച്ചിട്ടില്ല. അത് ദൈവത്തിൻ്റെ ഒരു വലിയ നേച്ചർ തന്നെയാണ്. കാരണം അതല്ലാതെയുള്ള നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു മഹത്വവുമില്ല. അത് ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കത്തില്ല. അപ്പോൾ ദൈവം പറയുന്നത് പോലെ തന്നെ ആരുടെയും പ്രേരണയില്ലാതെ സ്വയം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ ഈൽഡ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് തന്നെയാണ്. മറ്റൊന്നുമല്ല, സൃഷ്ടിയിൽ നിന്നും സൃഷ്ടിതാവ് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നായകനോ മേൽവിചാരകനോ അധിപനോ ഒന്നുമില്ലാതെ ഉറുമ്പ് പോകുന്നത് പോലെ തന്നെ ആരുടെയും പ്രേരണയില്ലാതെ അപ്പച്ചൻ്റെ പുസ്തകത്തോട് അടുത്തിരിക്കാൻ, ദൈവവചനങ്ങളോട് അടുത്തിരിക്കാൻ, ദൈവത്തോട് അടുത്തിരിക്കാൻ നമ്മൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകേണ്ടതാണ്. ഇത് ചെയ്യാതെ ഇരുന്നാൽ മടിയനായിട്ട് സമയം സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വ്യർത്ഥമാക്കുന്ന ആൾക്ക് വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇവിടെ വോൺ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുറേ കൂടെ ഉറക്കം, നാളെ ആകട്ടെ, ഇത് ഇപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ടല്ലോ, നല്ല ആരോഗ്യമുണ്ട്, കാശുണ്ട്, എല്ലാം ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്തകളിൽ മുഴുകി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലാതെ ഇരുന്നാൽ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും എന്നതാണ് എഴുതിയിരിക്കുന്നത്. ആയുധപാണിയെ പോലെയും വഴിപോക്കനെ പോലെയും വരുന്നത് വലിയ കഷ്ടങ്ങളായിരിക്കും, വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. കാരണം നമ്മൾ ദൈവവചനം എന്ന കോട്ട നമ്മളുടെ വീടിന് ചുറ്റും, നമ്മുടെ ശരീരത്തിന് ചുറ്റും, നമ്മുടെ ജീവിതങ്ങൾക്ക് ചുറ്റും പണിതില്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ നോക്കിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആയുധപാണിയെ പോലെ എന്ന് പറഞ്ഞാൽ ആയുധധാരിയെ പോലെയാണ് വരുന്നത്. വലിയ ശ്രമകരമായ പണിയാണ് അതിൽ നിന്നൊക്കെയും ഊരിപ്പോകാൻ. അപ്പം അതിനു മുമ്പേ കഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ മുമ്പേ, നാശം സംഭവിക്കുന്നതിന് മുമ്പേ കാലേ കൂട്ടി ദൈവവചനം ശേഖരിക്കാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. എത്ര നല്ല കാര്യങ്ങളാണ് ദൈവം ഇതിൽ കൂടി നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന അറിവ്, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് യഹോവയെ കണ്ടെത്തുക. പ്രശ്നങ്ങൾ വരുമ്പോഴല്ല ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടേണ്ടത്. കാലേ കൂട്ടി ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ശേഖരിച്ചു വെക്കുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ഫയർ ചെയ്യാൻ വിശ്വാസത്തോടുകൂടി ഉള്ള തോക്കുമായിട്ട് കരുതിയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് ദാരിദ്ര്യം വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ വചനമെന്ന ആയുധം നമ്മൾക്ക് പ്രയോജനമാകും എന്നത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ദൈവവചനം സ്വരൂപിച്ച് ജീവിത വിജയങ്ങളെ മാത്രമല്ല നിത്യജീവനെ പ്രാപിക്കാനും നിങ്ങളെ എല്ലാവരെയും ഉറുമ്പിൻ്റെ പാഠം ഉപകരിക്കട്ടെ. സോ കം fall in love with Jesus and fall in love with the word of God.